കോളിംഗ് ബെൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വദേശി മർമർ ഇറ്റാലിയ, പാരച്യൂട്ട് അഡ്വാൻസ്, കസവുകട, നവരത്ന ഫാഷൻ ജുവലേഴ്സ്, ജോൺസൺസ് ബേബി സോപ്പ്, വിമൽ V2, വൈശാലി കാർകൂന്തൽ. അടുത്ത കുരിശ്. എടോ മംഗളുണ്ടാ അച്ഛൻ ഇവിടെ? എടാ വാസന്തി അവിടെ കിടന്ന് കയറ് മുട്ടിക്കണ്ട. വാസന്തിയാ? അതെന്താ എരുമയാ? പോണ പോത്തെ അതെന്റെ മോളാ. അച്ഛാ മോനെ അവള് മംഗളമായിട്ട് എനിക്ക് പ്രശ്നമുണ്ടാക്കൂടാ. അച്ഛാ ആ കുന്തറാണ്ടം മേടിക്കാനാ ഞാനിവിടെ വന്നത്. ആണാ? ആ എന്നാ വേഗം അച്ഛാ ആ പുരാവസോടെ കളഞ്ഞിട്ട് വാ. കാശൊക്കെ തരൂടെ? വിലപിടിപ്പുള്ള വണ്ടിയുടെ വെച്ച കാണാമല്ലേ? പിടിക്ക്. എടുത്തു കൊടുത്തു. അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് തരാടാ. എന്റെ കയ്യിൽ നിന്ന് താൻ ഈ മംഗളം വായിക്കാൻ മേടിക്കുമ്പോ ഇതിന്റെ മുഖചിത്രം കീറിട്ടുണ്ടായിരുന്നോ? ജൂഹി ചൗളയുടെ മുഖചിത്രം കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ താൻ ഈ മംഗളം കീറൂന്ന്. എടോ തന്നോടാ ഞാൻ ചോദിച്ചത്, ഞാൻ തന്നപ്പോ ഇതിന്റെ മുഖചിത്രം കീറിട്ടുണ്ടായിരുന്നോന്ന്. എടോ തലയും കുറിച്ച് നിൽക്കാതെ മര്യാദക്ക് പറയാൻ. എടോ പറയാൻ. പിന്നെ എന്തിനാ അത് കീറിയത്? അതിന് വേറൊന്നും ഞാൻ വാങ്ങിച്ചു എന്നാ പറയാ മോളെ. അല്ല വേറെ കാര്യം, മോചിത്രം ഞാൻ വേറെ വാങ്ങിക്കാം. അപ്പൊ മോക്ക് രണ്ട് മോചിത്രം കിട്ടുമല്ലോ. അങ്ങനെ വേറൊന്നും
മേടിച്ചു തരാണെങ്കിലേ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് കുറേ മേടിച്ചു തരും. പാവല്ലേ, ഒന്ന് പറഞ്ഞു കേക്ക് കുഞ്ഞി. നീ മിണ്ടായിരിക്കുന്നുണ്ടോ? മോളെ വസന്തി, ഞാൻ വേറൊരെണ്ണം മേടിച്ചു തരാം മോളെ. ആ ഗഫൂർക്ക് ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു വിട്. അയ്യടാ, അങ്ങനെ പുതിയത് മേടിച്ചു തരേണ്ട ഒരു കാര്യമില്ല. എനിക്ക് എന്റെ പഴയ മംഗളം അതേപോലെ അല്ലേ കിട്ടണം. മേടിച്ചു തരാൻ പറ്റുമോ? ഇത് എന്താ കണപ്പ? പഴയ ബുക്ക് പുതിയ പോലെ ആക്കി കൊടുക്കാൻ ഞാൻ എന്താ മുതുകാടോ? മുതുകാട് തോന്നെ കൈ മേടിക്കും. നല്ല പൗരുഷം, എനിക്ക് ഇഷ്ടായി. പക്ഷെ വസന്തി, നിനക്ക് ദിക്കായി അല്പം കൂടുണ്ട് കേട്ടോ. ഒന്നേ ഉള്ളെന്ന് വെച്ചിട്ട് പെണ്ണിനെ കൊഞ്ചിച്ച് വഷളാക്കിയിരിക്കുക. നിന്നെ ഞാൻ എന്റെ അച്ഛനെ കൊഞ്ചിച്ച് ചിന്തിക്കുന്നതാണല്ലേ? അങ്ങനെ പറയാമോ? ഞാൻ നിർത്തിയെടുത്തുന്നു ഒളിച്ചു പോവാല്ലേ മതിലടി. തന്നെ ഞാൻ പിന്നെ മതിലടിച്ചോളാം. ഞാൻ തന്നപ്പോ ആ മംഗലം കീറിട്ടുണ്ടായിരുന്നോ? പറ പറ പറ, ഇപ്പൊ തന്നെ പറ. ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തന്നെ വേണം. തരാൻ പറ്റൂ? മതിക്ക് പറയുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇപ്പൊ തന്നെ എന്റെ മംഗലം കൊലപാതകം നടക്കുന്നു. പെട്ടെന്ന് പോച്ചാ. എടി അടങ്ങ് ഉണ്ണി. അയ്യോ, അങ്ങനെ പെട്ടെന്ന് വാ. തന്റെ മകളാണ് കണ്ടാ ഞാൻ ഇത്രയും ക്ഷമിച്ചത്. അല്ലെങ്കിൽ ഞാൻ വല്ല കടക്കുകയും ചെയ്തേനെ. മോളെ മോളെ, ഇത് നോക്കുമോളെ, ഒരു മംഗളത്തിന് ഒരു അച്ഛൻ 10 മംഗളാ കൊണ്ടുവന്നിരിക്കുന്നു. നോക്കുമോളെ, 10 എണ്ണ. ഗഫൂർക്കാരൻ വിടുമോളെ, വിടുമോളെ. അച്ഛാ, എനിക്ക് ഈ മംഗളം വേണ്ട. എനിക്ക് എന്റെ പഴയ മംഗളം തന്നെ തന്നാ മതി. ഇവരൊക്കെ വന്ന് നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ തനി നടന്നേ കണ്ടേനെ. അറിയാവോ? ഇവരൊക്കെ വന്നില്ലായിരുന്നെങ്കിൽ തന്നെ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്യായിരുന്നോടോ? പറയുന്നുണ്ടോ? അല്ല മോളെ, ഞാൻ അന്നേരത്തെ ആവേശം കൊണ്ടൊന്ന് പറഞ്ഞു. ആവേശം ആവേശം ചെയ്യോ ചെയ്യോ ചെയ്യുന്നു. അച്ഛ ഉച്ചത്തിനാണോ ചീത്താക്കണത്? കരണ കുറ്റ കരണ കൊടച്ചാം. അഹങ്കാരം ഞാൻ തീർക്കണ്ട. എടാ, എന്റെ പൊന്നുമോളെ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ല അവനെ കൊന്നുകളയും ഞാൻ. ആറ്റുതോറ്റ് കിട്ടിയ മോളാ, നിനക്കറിയോ? എടാ, നേർച്ചയും വഴിപാടും ഒക്കെ ചെയ്തിട്ട് എന്തുമാത്രം പണമാണ് ഞാൻ ചെലവാക്കിയത്. എന്റെ അപ്പന് 3 ഭാര്യമാര്. ഒരു ക്രിസ്ത്യാനി ഭാര്യ, ഒരു ഹിന്ദു ഭാര്യ, ഒരു മുസ്ലിം ഭാര്യ. 3 എണ്ണത്തിലും കൂടി 9 ആമക്കളാ. അതിലെ ഹിന്ദു ഭാര്യയിലെ മൂത്ത മകനാ ഞാൻ. തറവാട്ടൊരു പെൺകുഞ്ഞുണ്ടാകാൻ വേണ്ടി നേരത്തെ നേർന്നിട്ടാ എനിക്ക് ഈ പെൺകുഞ്ഞുണ്ടായേ. ആ എന്റെ മോളെ ഞാൻ തല്ലണമല്ലേ? വെറുതെ അല്ലേ നിന്നെ ആരും കിട്ടാൻ വരാത്തത്? ചൊവ്വാദോഷം, ശനിദോഷം, ഞായർദോഷം, എല്ലാ ദോഷങ്ങളും കൂടി പണ്ടാണോ ഈ പൊട്ടു നീ? അതല്ലേ ഞായറാഴ്ച ദിവസം ആരും പെണ്ണ് കാണാൻ വരാത്തത്? ഇനി ആരെങ്കിലും ഇവിടെ കെട്ടിക്കൊണ്ട് പോയാൽ തന്നെ അവന്റെ ജീവിതം മോളെ 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 എന്തിനാ മോളെ കരയണ? മോളെ മോക്ക് അച്ഛനില്ലേ? മോളെ മോള് കരയണ്ട കേട്ടോ, കരയണ്ട. ഇത്ര മാത്രം കരയാൻ ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? എന്നെ കെട്ടാൻ പോണ ആളവൻ പ്രാഗി. അവനതൊന്ന് പ്രാഗി മാത്രമേ ഉള്ളൂ. നീയാണ് അവനെ കൊന്നു കളഞ്ഞേനെ. അല്ലെങ്കിൽ പണ്ടാരത്തൊക്കെ ആരെങ്കിലും വന്നിട്ട് വേണ്ട. കണ്ടില്ലേ? പിന്നെ 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 ഞാൻ എന്റെ മോളെ കെട്ടാൻ പോകുന്ന പ്രാഗണ്ടല്ല, അടിച്ചിട്ട് ഷേപ്പ് മാറ്റി കളിക്കാൻ. പിന്നെ മോളെ അവനെ അച്ഛൻ പിന്നെ കൈകാര്യം ചെയ്തോളാം. വാ മോളെ, നമുക്ക് വല്ലതും കഴിക്കണ്ടേ മോളെ? അല്ല, നമുക്ക് സീരിയല് കണ്ടേ മോളെ? അയ്യടാ, ഞാനത് മറന്നുപോയി. സ്ത്രീ പുരുഷൻ സീരിയൽ ഇപ്പൊ തുടങ്ങും. നമുക്ക് ഈ പ്രാന്തന്മാരുടെ നമുക്ക് അകത്തേക്ക് പോവാം. പിന്നെ മതിയായിരുന്നു. സ്ത്രീയും പുരുഷനില്ലാണ്ട് പിന്നെ എന്തൊട്ടാ സീരിയല്? ദേ, വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് പോയി ഒരുമിച്ച് കുളിച്ചാലോ? ഓ, കശ്മലൻ കയർക്കുന്നു. ഒന്നറിയില്ല സാധനം. അടിക്കും ഞാൻ. വാസന്തി, വാസന്തി, നിന്റെ മുമ്പ് 2 മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ ഇവിടെ ആർക്കെങ്കിലും കെട്ടിച്ചു വിടുക, അല്ലെങ്കിൽ പൊട്ടാത്ത കയറെടുത്ത് നീ തൂങ്ങിച്ചാകുക. കയറ് പഠിച്ച കാശിലൊക്കെ ഞാൻ തരാവടാ. മംഗളം മുഴുവനോട് പുഴുകി തിന്നാൻ പോവല്ലേ? മുഖചിത്രം, ഊഹിച്ചവളം. അയ്യോ, ഇത് ജൂഹിച്ചവളുടെ മുഖചിത്രം അല്ല. ഇനി ഇതിനാവും അടുത്ത അടി. എന്റെ ദൈവമേ.
കേരളത്തിലെ ആദ്യത്തെ ഗ്രാനൈറ്റ് ഫാക്ടറിയിൽ നിന്നും ലോകോത്തര മേന്മയേറിയ ഇറ്റാലിയൻ മാർബിൾ ഏറ്റവും വിലക്കുറവിൽ സ്വദേശി ഗ്രാനൈറ്റ് ഫാറൂഖ് കോഴിക്കോട്. സവണിഞ്ഞൊരു കവിതയായി മലയാളത്തിനഴകുമായി വർണ്ണമായി കസവണിഞ്ഞിടും അഴകേ കസവുകട കൊച്ചിൻ, കോട്ടയം, കാലിക്കറ്റ്, തലശ്ശേരി. ചിങ്ങം വന്നിട്ടും ചിങ്ങപ്പെണ്ണിന് പൊന്നില്ലേ? ഉണ്ടല്ലോ. പൊന്നിനായി നവരത്ന ഫാഷൻ ജ്വല്ലറി. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ തൃപ്പൂണിത്തറയിലെ ഏക ജ്വല്ലറി നവരത്ന ഫാഷൻ ജ്വല്ലറി, തൃപ്പൂണിത്തറ. വീണ്ടും വിമൽ V2 ഒരുക്കുന്ന വമ്പൻ ഫെസ്റ്റിവൽ ഓഫർ. 177 രൂപയിൽ തുടങ്ങുന്ന വിമൽ V2 തുണിത്തരങ്ങൾക്കൊപ്പം ഇപ്പോൾ ദുബായിലേക്ക് പറക്കാൻ ഒരു സൂപ്പർ ചാൻസ്. വേഗം വിമൽ V2 വാങ്ങൂ, ദുബായിലേക്ക് പറക്കൂ. ഈ കുടുംബത്തിൽ എല്ലാവരും എന്നോട് കേൾക്കും. എന്നാലും എന്നോട് പാൻറ് തേക്കാൻ പറഞ്ഞില്ല. നീ എന്താടാ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഓ, എന്നോട് ഈ ചേട്ടൻ കേർത്തില്ലേ? ദൈവത്തിനാണ് സത്യം, ഞാനിഞ്ഞ് മിണ്ടില്ല, ഒരിക്കലും മിണ്ടില്ല. അതൊക്കെ ഒരു തമാശക്കല്ലേടാ, നീ അത് കാര്യമാക്കിയോ? എല്ലാവരും മുന്നിൽ വെച്ച് എന്നെ മാനം കെടുത്തില്ലേ? നീ ആ പാൻസിങ് എടുക്ക്, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. എന്നാ പിടിച്ചോ. ഇന്നലത്തെ പോലെ പെണ്ണിന് സിബിടാൻ പറക്കില്ല കേട്ടോ, കള്ളൻ. ഓടാടുന്നു, നീ ഷട്ടിങ് എടുക്ക. അയ്യോ, ഞാനിവിടെ കൊളുത്തിട്ടാണല്ലോ നീ താഴെ കാലം. എന്താ മോളെ? അച്ഛാ, എന്താണ് മരപ്പോട്ടെ? എന്റെ ഷർട്ട് എന്ത് ചെയ്ത്? നിന്റെ ഷർട്ട് അവിടെ എനിക്കറിയാമോ? എനിക്ക് ജുബേണ്ടാ, അല്ലെങ്കിൽ തന്നെ നിന്റെ ഷർട്ട് എനിക്കെന്തിനാ? ഇതുവരെ കഷ്ടമായല്ലോ, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. എന്റെ ഷർട്ടോടാ. തേച്ച് കഴിഞ്ഞ് ഒരു ചുംബനം കൊടുത്തതേ ഇവിടെ തൂക്കിയിട്ടതാ. സത്യമായിട്ടും പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല ചേട്ടാ. നിന്റെ ഷർട്ട്. അയ്യോ, ഇതെങ്ങനെ ചുളുങ്ങിയത്? എനിക്കങ്ങനെ അറിയാം, ചിലപ്പോ തന്നെ ചുളുങ്ങിയതായിരിക്കും. നീ എന്താ ഷർട്ട് വെച്ച് കുടത്തിനകത്ത് വെച്ചിരുന്ന? എന്നാലും എന്നെ കെട്ടാൻ പോണവന് നീ പ്രാഗില്ലേ? ഇനിയും പ്രാഗും. നിന്നെ കെട്ടാൻ പോണേ പണ്ടാരട പോട്ട്. ഇത് അവളുടെ പണിയാ, കണ്ടല്ലോ. എന്നോടുള്ള ദേഷ്യം നിർത്താ. പോട്ടെ, സാരില്ല. ഞാനും പറഞ്ഞൊരു വഴക്ക് വേണ്ട. ദേ, നേരെ ഒരുപാടായി, പെട്ടെന്ന് ഓഫീസിൽ പോവാൻ നോക്ക്. ഞാനൊന്ന് റെഡിയാക്കി തരട്ടെ. എനിക്കിത് തന്നെ വരണം. മോളങ്ങോട്ട് വളർന്നു വലുതായിട്ടോ. കുറുപ്പേട്ട, ഞങ്ങളുടെ കേസിന്റെ കാര്യം. കാർത്തിയായനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. കേസ് ജയിപ്പിക്കുന്ന കാര്യം ഈ കുറുപ്പേറ്റു. ഉറപ്പായിട്ട് ജയിക്കും കാർത്തിയായനി. മോള് നന്നായി പഠിക്കണം. അമ്മയേക്കാൾ കേമിയാവണം. വളർന്ന് പടർന്ന് പന്തലിച്ച് പൂവും കായും ഒക്കെ. മോനെ, നീ എങ്ങോട്ട് പോണടാ? കാശിന് അല്പം ടൈറ്റ്, കുറച്ച് കള്ളനോട്ട് അടിക്കാൻ പോവാ. എന്താ വരുന്ന? എന്റെ മകനാ, ബാങ്കിൽ മാനേജരാ. ലോക്കൽ പണം വെച്ചിരിക്കുന്ന എടുക്കാൻ പോവാ. ഗ്യാസ് ട്രബിളിന്റെ അസുഖമാ. അയ്യോ, മാറി മാറി, ഇരുമ്പൂട്ടിയെ മുറിയും. ഞാൻ മുട്ടിയെ മുറിയൂല ചേട്ടാ. അവിടെ നിന്ന് അവിടെ നിനക്കൊന്നും വരെ പണിയില്ലേ? മഴയാ മഴയാ. ഞാൻ നിന്റെ പുന്നാര പെങ്ങൾ അവിടെ ഉണ്ടോ? അകത്തുണ്ട്. ഉണ്ടോ? ആ, ശകുനം കണ്ടപ്പോഴേക്കോ വിട്ടോടാ, അല്ലെങ്കിൽ അവളെന്റെ മോചിത്രം വലിച്ചു കയറും. വിട് വിട്, എടാ ഉണ്ണി വിട്ടോ. Miki al-Sitki al-Orki al-Hajjafo Bus al-Sitki 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 al-Sitki
das Stil das sagen. Die Eindrücke sehr relativ haben. So lang. Das hat genau gekriegt. Zeta Ocha. Die nichts mit das das nicht Eindruck. Ola. Es haben alle Desirate als die Lotto. Die Ahu. Jinnais. That's what. I just make this way to the ice to make this up to space that the Jinnais were all about. What's this not always this that the left traffic trees need. Alfida is the pizza. Oh, jag tänker ha och isbildat vad det Jinnais som har det. Alltså det har kul är någonting vad du kan tacka på saka. Det tack. അങ്ങനെ വരട്ടെ. അപ്പൊ നീ അവിടെ ഇരിക്കണല്ലേ? എടാ ജിന്നെ, നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ നമ്മള് വിടൂലട ഹമുക്കേ. അപ്പ ശെകുത്താൻ തുരുത്ത് അല്ലേ? പാവം ചിങ്കം മുയലിന്റെ ഒപ്പം ഓടിയിട്ട് കിട്ടിയില്ല. അയ്യോ, അങ്ങനെ തന്നെ വേണം ആ സിംഗത്തിന്. മുയലിനെ കിട്ടാനേ പാടില്ല, എപ്പോഴും അങ്ങനെ. ആഹാ, എന്നിട്ട് മുയലൊരു മാളത്തിൽ ഒളിച്ചു. രാധേ, ഇങ്ങോട്ട് ഓടി വന്നേ. കേരളത്തിലെ ആദ്യത്തെ ഗ്രാനൈറ്റ് ഫാക്ടറിയിൽ നിന്നും ലോകോത്തര മേന്മയേറിയ ഇറ്റാലിയൻ മാർബിൾ ഏറ്റവും വിലക്കുറവിൽ സ്വദേശി ഗ്രാനൈറ്റ് ഫറൂഖ് കോഴിക്കോട്. മുടിയഴകിന്റെ പാരമ്പര്യ രഹസ്യം വൈശാലി കാർക്കൂന്തൽ, ഒരു ദിവ്യ ഫാർമസി ഉൽപ്പന്നം. നിനക്ക് കിട്ടട്ടെ ശുചിത്വം, പവിത്രത, മൃദുലത നിന്റെ ശരീരത്തിൽ വിളങ്ങട്ടെ. പുതിയ ജോൺസൺസ് ബേബി മിൽക്ക് സോപ്പ്. ഇതിലുണ്ട് പാലിന്റെ പോഷണം, മൃദുലതയുടെ അനുഗ്രഹം. ജോൺസൺസ് ബേബി മിൽക്ക് സോപ്പ്. വീണ്ടും വിമൽ V2 ഒരുക്കുന്ന വമ്പൻ ഫെസ്റ്റിവൽ ഓഫർ. 177 രൂപയിൽ തുടങ്ങുന്ന വിമൽ V2 തുണിത്തരങ്ങൾക്കൊപ്പം ഇപ്പോൾ ദുബായിലേക്ക് പറക്കാൻ ഒരു സൂപ്പർ ചാൻസ്. വേഗം വിമൽ V2 വാങ്ങൂ, ദുബായിലേക്ക് പറക്കൂ. തന്നില്ലെങ്കിലോ? മീശ മാധവനാകാനാ ഇഷ്ടം? എങ്കിലൊരു വഴി പറഞ്ഞേ. മമ്മിയോട് പറയണം
മമ്മി കറി ഉണ്ടാക്കുന്ന എണ്ണ എന്റെ മുടിയിൽ തേക്കണ്ട, മുടി പരിക്കനാവും. നല്ല മുടിക്ക് പാരഷൂട്ട് അഡ്വാൻസ്ഡ് വെളിച്ചെണ്ണ. അപ്പൊ മോളുടെയും മുടി പാരഷൂട്ട് അഡ്വാൻസ്ഡ്. രാധേ, രാധേ, ഇങ്ങോട്ട് ഓടി വന്നേ. രാധേ, ഇങ്ങോട്ട് വന്നേ. എന്തോ കണ്ടോ കണ്ടോ കണ്ടോ? ഈശ്വരാ, അയ്യടാ കണ്ടു. എന്താ? നല്ല നീളുള്ള അടയ്ക്കാമരം. അതല്ല ഞാൻ പറഞ്ഞത്. മണ്ണോ കട്ടോ? ഗഫൂർക്കയുടെ വീട്ടിലേക്ക് നോക്ക്. കണ്ടോ? അയ്യോ, നല്ല ഒത്ത പുരുഷൻ, ഒത്ത പൊക്കവും നല്ല വണ്ണവും അതിനൊത്ത താടിയും. ഏതാ പള്ളിയിലെ അച്ഛനാ? ഗഫൂർക്ക ബാങ്കിൽ പോയിരിക്കുവാണല്ലോ. മൈമുനയാണെങ്കിൽ അവിടെ തനിച്ചു. ആരുമില്ലാത്തപ്പോ മൈമുനേനെ കാണാൻ വന്നത് ആരായിരിക്കും? കുഞ്ഞേ, എനിക്ക് അവളെ പണ്ടേ ആ സ്ത്രീയെ സംശയമുണ്ട്. അവള് ചീത്തയാ, കള്ളി. എനിക്ക് ഇങ്ങനെയുള്ള സ്ത്രീകളെ കാണുന്നതേ അരിശ. അവളാ നല്ല മനുഷ്യൻ കൊണ്ട് ചീത്തയാക്കും. ദുഷ്ട. നിനക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഈ ഗഫൂർക്ക് ഇത് എവിടെ പോയി കിടക്കുക? വേഗം വന്നിരുന്നെങ്കിൽ ഇതെങ്ങനെയെങ്കിലും പറയായിരുന്നു. ഗഫൂർക്ക വരും, ഞാനിത് പറയും, ഇയാളെ പിടിച്ച് നല്ലത് കൊടുക്കും. പഠിച്ചോനെ, ഈ പെങ്കൊച്ചന്റെ മൂക്കി പഞ്ഞു വെപ്പിക്കാൻ വന്നാണോ? ഇവളാരാ? സൂർപ്പണയോ? ഞാൻ വരാം, ഒരു കാര്യം പറയാനുണ്ട്. ഈ വഴി പോയാൽ ശരിയാകത്തില്ല. ഗഫൂർക്ക പോവല്ലേ, പോവല്ലേ. അയ്യോ ഗഫൂർക്ക നിക്ക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതേ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. തല്ലരുത്, ഇല്ല, തല്ലാനില്ല ഗഫൂർക്ക. എന്റെ മോളെ എന്നെ തല്ലരുത്. ഞാൻ വേറെ മകളെ മേടിച്ചുതരാം, മേടിച്ചുതരാം. പുതിയൊരു മകളെ മേടിച്ചുതരാം. അതല്ല ഗഫൂർക്ക കാര്യം. പിന്നെന്താ കാര്യം? അത് വന്ന് ഗഫൂർക്ക ജോലിക്ക് പോയി കഴിഞ്ഞാ ഗഫൂർക്കയുടെ വീട്ടിൽ പിന്നെ ആരോ ഉള്ളത്? നമ്മുടെ കെട്ടിയോള് മൈമുന, പിന്നെ 2 പൂച്ച, 3-4 ആട്ടുകുഞ്ഞുങ്ങളും. അതാ ഞാനും ആലോചിക്കുന്നേ. ഗഫൂർക്ക ഇല്ലാത്ത നേരം മൈമുനെ കാണാൻ പലരും അവിടെ വരുന്നുണ്ട്. ഏയ്, ഓൾ അത്രക്കാരിയല്ല. അവിടെ ചാരിത്രത്തിൽ എനിക്ക് സംശയമില്ല. ഉറപ്പാ? ഉറപ്പ്. ശരി, ഞാനൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ പോയി നോക്ക്. അകത്തെ ഒരാള് കയറിയിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ മാത്രം ചെന്ന് നോക്കിയാ മതി. നോക്കുന്നുണ്ടോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇനി വട്ടാണെങ്കിലും ഇവള് പറഞ്ഞ സത്യമാണോ? വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ പെമ്പിള്ളേരല്ലേ, നോക്കിയേക്കാം. അല്ല, ഓം വന്നു കഴിഞ്ഞാ അവനെ മയ്യത്താക്കണാരും നമ്മൾ ഏറ്റിട്ടുണ്ട്. പിന്നെ അവനെ കിട്ടും നമ്മുടെ കയ്യില്. കിട്ടിക്കഴിഞ്ഞാ അവനെ നമ്മൾ കുപ്പിയിലിറക്കും. പിന്നെ നമ്മുടെ മുത്തല്ലേ നീ? അല്ല അപ്പഴാ പ്രാന്തച്ച് പറഞ്ഞ നേരെ അല്ലേ? മൈമുനെ, ഒന്നുകിൽ നീ അല്ലെങ്കിൽ നിന്റെ കാമുകൻ. പിന്നെ നീ എപ്പോ വിളിച്ചാലും ഞമ്മൾ പറഞ്ഞെത്തും. ഉള്ള കാര്യം പറയാല. കാരണം നീ ഒന്നും മുണ്ടാണ്ടിരിക്കുക. എന്താ കാണാനുള്ള കൊല്ലുവടാ.
കോളിംഗ് ബെൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വദേശി മർമർ ഇറ്റാലിയ, പാരച്യൂട്ട് അഡ്വാൻസ്, കസവുകട, നവരത്ന ഫാഷൻ ജുവലേഴ്സ്, ജോൺസൺസ് ബേബി സോപ്പ്, വിമൽ V2, വൈശാലി കാർ കൂന്തൽ,